Morning. Good morning, ma'am. 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 Sorry. Okay, നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത് നിർത്തിയത് ട്രാൻസ്ഫർ എന്താണ് അഥവാ അല്ലെങ്കിൽ പ്രമോഷൻ എന്താണെന്നാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് അല്ലെ. എന്തായിരുന്നു ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാല്? എന്തായിരുന്നു? ഒരു ഇന്റേണൽ മൂവ്മെന്റ് ആണ് അല്ലെ ട്രാൻസ്ഫർ എന്ന് പറയുമ്പോൾ. ഓക്കെ, എക്സാമ്പിൾ പറഞ്ഞത് എന്തായിരുന്നു? എംപ്ലോയി മൂവിംഗ് ഫ്രം മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ടു സെയിൽസ് ഡിപ്പാർട്ട്മെന്റ്. എന്താണ് ഇന്റേണൽ? അവിടെയുള്ള ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് തന്നെ അല്ലെ, മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് സെയിൽസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് മൂവ് ചെയ്യുന്നു, ഇന്റേണലി മൂവ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പ്രമോഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? പ്രമോഷൻ എന്താണ്? ഒരു വ്യക്തി പ്രമോഷൻ ആയി കഴിഞ്ഞാൽ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ വർക്കിൽ ചേഞ്ചസ് ഉണ്ടാകുന്നുണ്ട് അല്ലെ. അതുപോലെ തന്നെ റെസ്പോൺസിബിലിറ്റി, ഡ്യൂട്ടീസിൽ ഇതൊക്കെ ചേഞ്ചസ് ആകുന്ന ഒരു പ്രക്രിയ, അല്ലെങ്കിൽ അതിനെയാണ് നമ്മൾ പ്രമോഷൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസ് ആയാലും റെസ്പോൺസിബിലിറ്റീസ് ആയാലും ഒന്നുകൂടി എന്താണ്, അദ്ദേഹത്തിന് കൂടുതലാവാണ് ചെയ്യുന്നത് അല്ലെ. ചെയ്തുകൊണ്ടിരിക്കുന്ന ആ വർക്കിനെ കാട്ടിലും പ്രമോഷൻ കിട്ടുമ്പോൾ എന്താണ്, വർക്കിൽ ചേഞ്ചസ് ഉണ്ടാകുന്നുണ്ട്, ഹയർ ലെവലിലോട്ട് ആകുന്ന ഒരു പൊസിഷൻ ആണ് അല്ലെ. ഓക്കെ, അപ്പൊ വർക്കിൽ ചേഞ്ചസ് ഉണ്ടാകുന്നുണ്ട്, റെസ്പോൺസിബിലിറ്റിയിൽ ചേഞ്ചസ് ഉണ്ടാകുന്നുണ്ട്, ഡ്യൂട്ടീസില് സ്റ്റാറ്റസിലൊക്കെ ചേഞ്ചസ് ഉണ്ടാകുന്നുണ്ട്. അതിനെയാണ് നമ്മൾ പ്രമോഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം. ഇനി നെക്സ്റ്റ് ആണ്. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഇന്റേണൽ സോഴ്സസ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ട്രാൻസ്ഫർ ആൻഡ് പ്രമോഷൻ കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് വൺ ആണ് ഇത് ജോബ് പോസ്റ്റിംഗ്. ജോബ് പോസ്റ്റിംഗ്. It is an in-house method of recruitment in which notice of vacant job are posted at important places of the organization, such as lounge, cafeteria, and elevators, etc. And employees are provided with a large amount of time to apply for the available job. Nowadays, job posting is being used as one of the most creative way of recruitment in organization. Various organizations consider job posting as an inbuilt part of an effective career management system. Thus, it is considered to be the easiest and the most commonly used method of employers to inform employees to about job openings. ഇതെന്ന് പറയുന്നത് എന്താണ്? ഇൻ-ഹൗസ് മെത്തേഡ് ഓഫ് റിക്രൂട്ട്മെന്റ് ആണ് ജോബ് പോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, എവിടേക്കാണ് ഇങ്ങനെയുള്ള ജോബ് പോസ്റ്റ് ചെയ്യുന്നത്? എങ്ങനെയാണ്? വേക്കൻസീസ് ഉണ്ട് എന്ന് പോസ്റ്റ് ചെയ്ത് വെക്കുന്നത് എന്താണ്? ഓർഗനൈസേഷനിലെ സ്വീകരണ മുറി, ലോഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വീകരണ മുറിയിലാവാം, അല്ലെങ്കിൽ കഫറ്റേരിയ അല്ലെ, ക്യാൻറ്റീൻ, അതുപോലെ തന്നെ എലിവേറ്റേഴ്സ്, ലിഫ്റ്റുകളിലൊക്കെ ഇങ്ങനെ പോസ്റ്റ് ചെയ്ത് വെക്കും. അപ്പൊ എംപ്ലോയീസിനെ കാണുമ്പോൾ അത് എന്താണ്, അത് വേക്കൻസീസ് ഉണ്ടെന്ന് ഐഡന്റിഫൈ ചെയ്ത് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കോമൺലി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്, ഈസിയസ്റ്റ് ആയിട്ടുള്ളതും ഓർഗനൈസേഷനിലൊക്കെ മോസ്റ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡുമാണ് ജോബ് പോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് എഴുതിയെടുക്കാം കേട്ടോ. ജോബ് പോസ്റ്റിംഗ് is a public advertisement or announcement by an employer to inform potential candidates about
and open position outlining the job details, comma, responsibilities, and how to apply. ഇവിടെ വായിക്കാം. Job posting is a public advertisement or announcement by an employer to inform potential candidates about an open position, outlining the job details, responsibilities, and how to apply. Job posting എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ജോലിയുടെ വിശദാംശങ്ങൾ അല്ലെങ്കിൽ എന്താണ് ഉത്തരവാദിത്തങ്ങൾ അല്ലെ, റെസ്പോൺസിബിലിറ്റീസ്, ഡ്യൂട്ടീസ്, എന്തൊക്കെയാണ് കാൻഡിഡേറ്റ്സ് ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റീസ്, അവർക്കുണ്ടാകുന്ന ഡ്യൂട്ടീസ്, എങ്ങനെ അപേക്ഷിക്കണം എന്നിവയെ കുറിച്ച് ഒരു തുറന്ന സ്ഥാപനത്തെക്കുറിച്ചും, സ്ഥാപനത്തിന്റെ എല്ലാ ഡീറ്റെയിൽസും ഉണ്ടാവും, അതിനെക്കുറിച്ചും സാധ്യതയുള്ള ഉദ്യോഗാർത്ഥികളെ അറിയിക്കുന്നതിനുള്ള ഒരു തൊഴിലുടമ, ഒരു എംപ്ലോയറിന്റെ പൊതു പരസ്യമോ പ്രഖ്യാപനമോ ആണ് എന്ത് ജോബ് പോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, എംപ്ലോയർ ആണ് എന്ത് ചെയ്യുന്നത്, ജോബ് പോസ്റ്റ് ചെയ്യുന്നത് അല്ലെ. എന്തൊക്കെയാണ് ചെയ്യുന്നത്, ഒരു സ്ഥാപനത്തിന്റെ എല്ലാ ഡീറ്റെയിൽസും ഉണ്ടാവും, അതുപോലെ തന്നെ ജോലിയുടെ വിശദാംശങ്ങള്, ഉത്തരവാദിത്തങ്ങള്, കാൻഡിഡേറ്റ്സിന്റെ ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്, അതിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും അടങ്ങുന്ന ഒരു എംപ്ലോയറിന്റെ ഒരു അനൗൺസ്മെന്റ് അല്ലെങ്കിൽ ഒരു അഡ്വർടൈസ്മെന്റ് എന്നതാണ് ഇത് ജോബ് പോസ്റ്റിംഗ് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ ആണോ? ഇനി നെക്സ്റ്റ് ആണ് എംപ്ലോയി റെഫറൻസ്. യൂസിങ് പേഴ്സണൽ കോണ്ടാക്ട്സ് ടു fill a job opportunity is known as employee reference. ടെക്സ്റ്റ് ബുക്ക് ഉള്ളവർ അണ്ടർലൈൻ ചെയ്ത് വെക്കാം, അല്ലാത്തവർ ജസ്റ്റ് ഒന്ന് ലെക്ചർ നോട്ട് ആയിട്ട് എഴുതിയിരിക്കാം കേട്ടോ. എന്താണ് എംപ്ലോയീസ് റെഫറൽ എന്ന് പറഞ്ഞാൽ, യൂസിങ് പേഴ്സണൽ കോണ്ടാക്ട് ടു fill a job opportunities is known as employee reference. It is a reference from an existing employee regarding a candidate, be it a friend or close relative. It is considered to be it take one to know one approach. A major problem with this method is that it encourages favoritism, that is, candidate of one's community or caste are selected who may not be suitable for the job. ഇവിടെ പറയുന്നത് എന്താണ്, എംപ്ലോയി റെഫറൻസ് എന്ന് പറഞ്ഞാല് എംപ്ലോയീസിന്റെ റെഫറൻസ് യൂസ് ചെയ്തുകൊണ്ട് വാക്കൻസീസ് ഫിൽ ചെയ്യുന്നു. എംപ്ലോയീസിന്റെ റെഫറൻസ് ഉപയോഗിച്ചുകൊണ്ട് അവിടെ ഉണ്ടാകുന്ന ഓർഗനൈസേഷനിൽ ഉണ്ടാകുന്ന വാക്കൻസീസ് ഫില്ല് ചെയ്യും. അതെങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നത്? ഇപ്പോ നമ്മളൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ അവിടെ എന്തെങ്കിലും വാക്കൻസീസ് വരുമ്പോൾ നമ്മളോട് ചോദിക്കാറുണ്ട് അല്ലെ, ഇവിടെ ഓഫീസ് സ്റ്റാഫിനെ വേണം, ഇന്നത് പഠിച്ചിട്ടുള്ള ഇത്ര ക്വാളിഫിക്കേഷൻ ഉള്ള ആരെങ്കിലും പരിചയമുണ്ടോ ചോദിക്കാറുണ്ട് ഇല്ലേ. അതുപോലെ തന്നെ എന്താണ്, ഇപ്പോ എന്തെങ്കിലും 2 ആഴ്ചയ്ക്കോ അല്ലെങ്കിൽ 1 മാസത്തേക്കൊക്കെ ടീച്ചേഴ്സിന് ആവശ്യമുണ്ടെങ്കിൽ ആ ടീച്ചർ ഏത് ടീച്ചറാണോ ലീവ് ആകുന്നത് ആ ടീച്ചർക്ക് തന്നെ വെക്കാൻ പറ്റും ടീച്ചേഴ്സിന്. ഓക്കെ, അപ്പൊ ടീച്ചേഴ്സ് ഇപ്പൊ ആരെങ്കിലും പരിചയമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോ BEd പഠിച്ചിറങ്ങി കേട്ടൊക്കെ പാസ്സായ ആളാണെങ്കിൽ എന്താണ്, അവരെ ആ ടീച്ചർക്ക് തന്നെ നിയമിക്കാൻ പറ്റും 1 മാസത്തേക്ക്. ആ ടീച്ചർ ലീവ് ആകുമ്പോൾ ആ ടീച്ചറുടെ സബ്ജക്റ്റുകൾ എടുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് തന്നെ നിയമിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിലെയാണ് ഈ എംപ്ലോയി റെഫറൻസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറയുന്നതാണ്, ഒരു ഓർഗനൈസേഷനിൽ ഇപ്പോൾ ഞാൻ ജോലി ചെയ്യുന്നുണ്ട്, അപ്പൊ എന്നോട് സാറ് ചോദിക്കണേണ്, നിങ്ങളുടെ അടുത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ കസിൻസോ ആരെങ്കിലും ഉണ്ടോ ഇന്ന ക്വാളിഫിക്കേഷൻ ഉള്ളത്, ഇന്ന ആളെ ആവശ്യമാണ്, ഇന്ന വാക്കൻസീസ് ഇവിടെ ഉണ്ട്. അപ്പൊ ചോദിക്കുമ്പോ എന്താണ്, ഇപ്പൊ ഞാൻ എന്റെ റിലേറ്റീവ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇന്ന ആളുണ്ട് സാറേ ഒന്നും നമ്മൾ പറയോ അല്ലെ, ഇല്ലേ? നമ്മളായാലും പറയും ഇല്ലേ? ആണോ? പറയാറുണ്ടോ? പറയും നമ്മള് അല്ലെ. ഇന്ന വാക്കൻസീസ് എന്തെങ്കിലും നമ്മൾ പറയും, ഇന്ന ആളെനിക്ക് പരിചയമുണ്ട് അല്ലെങ്കിൽ എന്റെ ഫ്രണ്ട് ഇന്നത് പഠിച്ചതാണ് അല്ലെ. അപ്പൊ നമ്മള്
ആ സാറിനോട് അത് പറയോ അല്ലെ, ഇന്ന വേക്കൻസിയിലേക്ക് ഇന്ന ആളെ നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഇന്ന ആളെ ചിലപ്പോൾ ഇന്റർവ്യൂ എടുത്ത് നോക്കുമോ, അയാൾ ക്വാളിഫൈഡ് ആണെങ്കിൽ നമുക്ക് എടുക്കാം എന്നുള്ള രീതിയിൽ നമ്മൾ സജസ്റ്റ് ചെയ്യാറുണ്ട് അല്ലെ. അതിനെയാണ് എംപ്ലോയി റെഫറൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആകുന്നുണ്ടോ? ഓക്കെ ആണോ? ഇനി എന്താണ് നമ്മള് പരിചയമുള്ള ആളുകളോട് ചോദിച്ചിട്ട് റിലേറ്റീവ്സിനെയോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനെയോ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ വേക്കൻസിയിലോട്ട് ഫില്ല് ചെയ്യാറുണ്ട് അല്ലെ. അങ്ങനെ ഫില്ല് ചെയ്യുന്നതാണ് എംപ്ലോയി റെഫറൻസ് എന്ന് പറയുന്നത്. ഇങ്ങനെ വരുമ്പോ എന്താണ് ഒരു പ്രശ്നം വരുന്നത്? അവിടെ എന്താ ഒരു പ്രശ്നം വരുന്നത്? ഫേവറേറ്റിസം. എന്താണ് ഫേവറേറ്റിസം എന്ന് പറഞ്ഞാല്? എന്തായിരിക്കാം? നമ്മൾക്ക് പരിചയമുള്ള ആളെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ടല്ലേ, അല്ലെ, ഇന്ന വേക്കൻസിയിലോട്ട് ഇന്ന ആളെ ഇടാം അല്ലെ, ഇന്ന ക്വാളിഫിക്കേഷൻ ആണ്. അപ്പൊ എന്താണ്, പരിചയമുള്ള ആളെയാണ് നമ്മൾ അവിടേക്ക് കൊണ്ടുവരുന്നത്. അപ്പൊ എന്താണ്, ഫേവറേറ്റിസം ഉണ്ടാകുന്നുണ്ട്. ഫേവറേറ്റിസം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം? എന്തായിരിക്കാം മീനിങ്? എന്തായിരിക്കാം ഫേവറേറ്റിസം എന്ന് പറഞ്ഞാല്? എല്ലാവരും എടുത്തെങ്കിണ്ടോ? അല്ലെങ്കിൽ ജോയിൻ ചെയ്തിട്ട് ജോയിൻ ചെയ്തിട്ട് പോയോ? എന്തെങ്കിലും പണികളൊക്കെയാണോ? ഇല്ലേ? കമന്റ്സ് ഒന്നും കാണുന്നില്ലല്ലോ. ഇല്ല. ഫേവറേറ്റിസം എന്ന് പറഞ്ഞാൽ എന്താ? ആ ഓക്കെ ഓക്കെ. അപ്പോ ഓക്കെ, ഫേവറേറ്റിസം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയാം, കൊമേഴ്സില് BEd എടുത്തൊരു ടീച്ചർ. അപ്പൊ എന്ത് ചെയ്തു, അവർ കേട്ടൊക്കെ പാസ്സായി. അവർക്ക് എന്താണ്, UPയിലെ എല്ലാ സബ്ജക്റ്റും പഠിപ്പിക്കാൻ പറ്റും. ഓക്കെ, പഠിപ്പിക്കാനായിട്ട് പറ്റും. ഓക്കെ, അങ്ങനെ നമ്മള് മാനേജ്മെന്റിൽ ആ ടീച്ചറെ കയറ്റി, ആ ടീച്ചറെ ആ സ്കൂളിലോട്ട് കയറ്റി. അത് കഴിഞ്ഞപ്പോ എന്താണ്, ഇംഗ്ലീഷ് എടുക്കാൻ പറഞ്ഞു, അല്ലെങ്കിൽ എന്താ പറയാ സയൻസ് എടുക്കാനായിട്ട് പറഞ്ഞു. അങ്ങനെ ഇംഗ്ലീഷോ അല്ലെങ്കിൽ സയൻസ് ഒക്കെ എടുക്കാൻ പറയുമ്പോൾ ആ ടീച്ചർ കൂടുതലും ബേസ് ചെയ്ത് പഠിപ്പിക്കുന്നത് എന്തിനായിരിക്കാം? ചിലപ്പോൾ മാത്സ് എടുക്കാൻ പറ്റും, അക്കൗണ്ടൻസി അങ്ങനെ ഇങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെ മാത്സിൽ ആ ടീച്ചർ വില്ലിങ് ആയിരിക്കാം, അല്ലെങ്കിൽ സോഷ്യൽ സയൻസ് എടുക്കാനായിട്ട് വില്ലിങ് ആയിരിക്കാം. പക്ഷേ ഇപ്പോ ഇംഗ്ലീഷ് എടുക്കാനായിട്ടോ അല്ലെങ്കിൽ മലയാളം എടുക്കാനായിട്ടോ പറയുമ്പോൾ എന്താണ്, വലിയ ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. അതിനകത്ത് സ്കില്ല് ഉണ്ടാവണമെന്നില്ല. ഓക്കെ, നമ്മൾക്ക് പരിചയമുള്ള ഒരാളെ മാനേജ്മെന്റ് രീതിയിൽ നമ്മൾ എന്ത് ചെയ്തു, സ്കൂളിലോട്ട് കയറ്റുമ്പോ ആ ഫേവറേറ്റിസം ആണ് അവിടെ നിൽക്കുന്നത് അല്ലെ. ഓക്കെ, അങ്ങനെ കയറ്റുമ്പോ എന്താണ്, അയാൾക്ക് അത്തരത്തിലുള്ള സ്കില്ല് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് വേണം നമ്മള് ആ വാക്കൻസി ഫില്ല് ചെയ്യാനായിട്ട്. ഓക്കെ, അതനുസരിച്ചിട്ട്. പക്ഷെ ഇവിടെ എന്താണ്, നമ്മൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള അല്ലെങ്കിൽ എന്താണ് നമ്മുടെ കസിൻ അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സ് അല്ലെങ്കിൽ നമ്മുടെ എന്താണ് നൈബേഴ്സ്, ഇവരൊക്കെ കയറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാകും. അപ്പൊ അങ്ങനെയാണ് എംപ്ലോയി റെഫറൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എംപ്ലോയി റെഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുന്നത്, വാക്കൻസീസ് ഫില്ല് ചെയ്യുന്നത് എങ്ങനെയാണ്, നമുക്ക് പരിചയമുള്ള ആളെ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കി ഫ്രണ്ട്സിനെയോ റിലേറ്റീവ്സിനെയോ ലൈഫേഴ്സിനെയോ ഒക്കെയാണ് നമ്മൾ അവിടെ ഫില്ല് ചെയ്യുന്നത്. അതാണ് എംപ്ലോയി റെഫറൻസ്. നമ്മുടെ ഓർഗനൈസേഷനിലുള്ള എംപ്ലോയീസിനോട് ചോദിച്ച് മനസ്സിലാക്കി നമ്മൾ എന്ത് ചെയ്യുന്നു, വാക്കൻസീസ് ഫില്ല് ചെയ്യുന്നു. ഓക്കെ, അവിടെ ഒരു പ്രശ്നം വരുന്നുണ്ട്. എന്താണ് മേജർ പ്രോബ്ലം ആയിട്ട് പറയുന്നത്? ഫേവറേറ്റിസം ആണ്. ക്ലിയർ ആയോ? ഇനി നോക്കാം ഫോർമർ എംപ്ലോയീസ്. Former employees are increasingly becoming a feasible sources of recruitment as the employers mostly contact former employees. They are most trusted as an internal source because they have a relationship with the company. Many of the retired employees may be interested to return to work on the part-time basis or may process someone who would like to work for the organization. At times, people who have left the company or bringing their family or to complete college education or excited to return to the work after fulfilling their individual objectives.
Individuals who had left the job easier for their other jobs may be interested to return for the higher salary packages. For attractive returns or other who had worked easier in the organization, use of a job sharing and flexible time, flexi time programs can be beneficial. Recruiting former employees is beneficial in the sense that the organization already known about their work ethics. ഇവിടെ പറയുന്നത് ഇത്രയും കാര്യങ്ങൾ ചുരുക്കി പറഞ്ഞു തരാം. ഫോർമർ എംപ്ലോയീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ റിക്രൂട്ട് ചെയ്യുന്നത്, ഫോർമർ എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യുന്ന രീതിയാണ് ഇവിടെ പറയുന്നത്. ഒന്നുകിൽ എങ്ങനെയാണ്, ചില റിട്ടയർ ചെയ്ത എംപ്ലോയീസ് ആവാം അവർ റിക്രൂട്ട് ചെയ്യുന്നത്. റിട്ടയർഡ് ചെയ്തിട്ടുള്ള എംപ്ലോയീസിനെ കമ്പനീസ് റിക്രൂട്ട് ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ പല കാരണങ്ങളാല് കമ്പനിയിൽ നിന്ന് പോയവരാകാം. ഒന്നുകിൽ എങ്ങനെയാണ്, ഇപ്പോ ജോലി ചെയ്തിട്ട് കുറച്ച് മാസങ്ങൾ കഴിയുമ്പോൾ അവർക്ക് ഹയർ സ്റ്റഡീസിന് പോകണം എന്ന് പറഞ്ഞിട്ട് കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്തവരാകാം. അല്ലെങ്കിൽ ഇപ്പോ റിട്ടയർമെന്റ് കഴിഞ്ഞിട്ട് അവര് എന്താണ് റിട്ടയർഡ് കഴിഞ്ഞിട്ട് റിട്ടയർമെന്റ് കഴിഞ്ഞു അപ്പൊ എന്താണ് അങ്ങനെ പോയവരാകാം. അങ്ങനെയുള്ളവരെ പിന്നെയും കമ്പനി എന്ത് ചെയ്യുന്നുണ്ട് ജോബിലേക്ക് ജോയിൻ ചെയ്യിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? അവർക്ക് അറിയാൻ പറ്റുമോ അല്ലെ, ഇപ്പൊ പകുതി വെച്ച് നിർത്തിപ്പോയ എംപ്ലോയീസ് ആണെങ്കിൽ എന്താണ് അവർക്ക് ആ ഓർഗനൈസേഷന്റെ എല്ലാ കാര്യങ്ങളും അല്ലെ, വർക്ക് എങ്ങനെയാണ്, റെസ്പോൺസിബിലിറ്റീസ്, അത് ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റീസ്, ഡ്യൂട്ടീസ്, അതുപോലെ അതിന്റെ വർക്കിംഗ് എൻവയോൺമെന്റ് എങ്ങനെയാണ്, അവരുടെ പ്രൊസീജിയർ, പോളിസീസ്, ഗൈഡ് ലൈൻസ് എങ്ങനെയാണ് തുടർന്ന് കൊണ്ടുപോകുന്നത്, അവരുടെ വർക്ക് എത്തിക്സ് എങ്ങനെയാണ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എംപ്ലോയീസിന് അറിയാൻ പറ്റുള്ളൂ. വർക്ക് ചെയ്ത ആൾക്കായാലും അതുപോലെ തന്നെ പകുതി വെച്ച് റിസൈൻ ചെയ്ത ആളുകൾക്കായാലും ഈ കമ്പനിയെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും അറിയാനായിട്ട് പറ്റും. അപ്പൊ അങ്ങനെയുള്ള എംപ്ലോയീസിനെ വീണ്ടും തിരികെ ഇത് ചെയ്യിപ്പിക്കാനായിട്ട്, ജോയിൻ ചെയ്യിപ്പിക്കാനായിട്ട് കമ്പനീസ് താല്പര്യപ്പെടുന്നുണ്ട്. അവരെയാണ് നമ്മൾ പറയുന്നത് ഫോർമർ എംപ്ലോയീസ്. മനസ്സിലായോ? ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള എംപ്ലോയീസിനെ ഇത് ചെയ്യുന്നുണ്ട്, വീണ്ടും ജോയിൻ ചെയ്യിപ്പിക്കാൻ കമ്പനി താല്പര്യപ്പെടുന്നു. എന്ത് കാരണങ്ങളാവാം? അവർക്ക് അവരുടെ വർക്കിംഗ് എൻവയോൺമെന്റ് എങ്ങനെയാണെന്ന് അറിയാൻ പറ്റും, വർക്ക് എത്തിക്സ് എങ്ങനെയാണെന്ന് അറിയാൻ പറ്റും അല്ലെ. അതുപോലെ തന്നെ എന്താണ് അവിടെ വർക്ക് ചെയ്യുന്നവരുടെ ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റീസ് എങ്ങനെയാണ്, ഏത് ഗൈഡ് ലൈൻസിലൂടെ, ഏത് പോളിസീസിലൂടെ, ഏത് പ്രൊസീജിയേഴ്സിലൂടെയാണ് അവരുടെ വർക്ക് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അപ് ടു ഡേറ്റ് ആയിട്ട് അവർക്ക് അറിയാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് കമ്പനീസ് ഇത് ചെയ്യുന്നത്, വീണ്ടും ഇങ്ങനെയുള്ള ആളുകളെ റീജോയിൻ ചെയ്യിപ്പിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നത്. മനസ്സിലായോ? അതാണ് ഫോർമർ എംപ്ലോയീസ്. ഓക്കെ, ആ പാരഗ്രാഫ് കണ്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, അതിന്റെ കൺസെപ്റ്റ് മാത്രം ഒന്ന് പഠിച്ചു വെക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് എന്ത്? പ്രീവിയസ് അപ്ലിക്കന്റ്. Both the internal sources and individual who have previously applied for the job can be reached again. It is a fast and cheap way to fill unpredicted and or unexpected job vacancies. Candidates who have attended walk-in may also be considered. Earlier walk-in are likely to be more appropriate for filling unliked and semi-skilled, unskilled or semi-skilled job. For example, a firm which required to post accountants may contact the previous qualified applicants. This particular action can fulfill the needs of the firm and in turn will also help those individuals who are dissatisfied with their present job at another organization. ഇവിടെ പറയുന്നത് ഈ പ്രീവിയസ് അപ്ലിക്കന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സന്ദർഭത്തില്
കമ്പനീസിൽ അപ്ലിക്കേഷൻ സമർപ്പിച്ചിട്ട് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് അവർക്ക് ജോലി കിട്ടാതെ പോയവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രീവിയസ് അപ്ലിക്കൻസ് എന്ന് പറയുന്നത്. ഓക്കെ, എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഒരു കമ്പനിയിൽ ഇത്ര 5 ജോബ് വാക്കൻസി ഉണ്ടെന്ന് നമ്മൾ കണ്ടു. അപ്പൊ എന്ത് ചെയ്തു, നമ്മള് അപ്ലിക്കേഷൻ അയക്കും അല്ലെ, ഇന്റർവ്യൂവിൽ പങ്കെടുത്തു. ഇന്റർവ്യൂവിന് ശേഷം നമ്മൾ എന്താണ്, നല്ല രീതിയിൽ നമ്മൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ടോ അപ്പൊ എന്താണ്, 5 വേക്കൻസി വരുമ്പോ പലതരത്തിലുള്ള അപ്ലിക്കൻസ് വരും അല്ലെ, നല്ല സ്കിൽഡ് ആയിട്ടുള്ള, ക്വാളിഫൈഡ് ഉള്ള, എക്സ്പീരിയൻസ് ആയിട്ടുള്ള അപ്ലിക്കൻസ് വരും. അപ്പൊ എന്ത് ചെയ്യും, 5 വേക്കൻസിയിലോട്ട് അവര് അപ്ലിക്കൻസിനെ അല്ലെങ്കിൽ എന്താണ് കാൻഡിഡേറ്റ്സിനെ എടുത്തു കഴിഞ്ഞു. അപ്പൊ എന്തെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ട് നമ്മള് ചിലപ്പോ അവര് ചിലപ്പോ എന്ത് ചെയ്യാം, നമ്മളെ എടുത്തിട്ടുണ്ടാവില്ല അല്ലെ. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തില് ജോലി കിട്ടാതെ വന്നവരാണ് എന്തെന്ന് പറയുന്നത്, പ്രീവിയസ് അപ്ലിക്കൻസ് എന്ന് പറയുന്നത്. ഇനി അവരുടെ ഈ റെസ്യൂമ എന്ത് ചെയ്യുന്നുണ്ട്, അവര് എന്ത് ചെയ്യും, കളയോ അല്ലെങ്കിൽ അവർക്ക് തന്നെ തിരിച്ചു കൊടുക്കോ, എന്താ ചെയ്യാ, എന്ത് ചെയ്യുന്നുണ്ട്, ആ കമ്പനിയിൽ തന്നെ എടുത്തു വെക്കോ അല്ലെ, ആണോ, എടുത്തു വെക്കും. ഇനി എന്തെങ്കിലും വാക്കൻസീസ് ഈ കമ്പനിയിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെ കൺസിഡർ ചെയ്തിട്ടേ മറ്റുള്ളവരെ എന്ത് ചെയ്യുള്ളൂ, എടുക്കുള്ളൂ. മനസ്സിലായോ? അത്രയും സ്കിൽഡ് ആയിട്ടുള്ള എംപ്ലോയീസ് ആയിരിക്കാം, എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് അവർക്ക് ജോലി കിട്ടാതെ വന്നതാവാം. അപ്പൊ അവരുടെ ഈ റെസ്യൂമ അല്ലെങ്കിൽ CV എന്ന് പറയുന്നത് ആ കമ്പനിയിൽ ഉണ്ടാവാം അല്ലെ. ആ കമ്പനി അപ്പൊ ഇനി എന്തെങ്കിലും വേക്കൻസീസ് വരുമ്പോ ഇവരെ സ്കിൽഡ് ആയിട്ടുള്ള പേഴ്സൺസ് ആയതുകൊണ്ട് തന്നെ ഇവർ എന്ത് ചെയ്യുന്നുണ്ട്, ഇവരെ കൺസിഡർ ചെയ്തിട്ടേ മറ്റ് അപ്ലിക്കൻസിനെ കൺസിഡർ ചെയ്യുള്ളൂ. ഓക്കെ, അതാണ് പ്രീവിയസ് അപ്ലിക്കൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ, 5 പോയിന്റ്സ് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഫോർത്ത് പോയിന്റ് പറയണം. ഓക്കെ, ഫോർമർ എംപ്ലോയർ അല്ലെങ്കിൽ എംപ്ലോയീസ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഫോർമർ എംപ്ലോയി അല്ലെങ്കിൽ ഫോർമർ എംപ്ലോയീസ് എന്ന് പറഞ്ഞാൽ ഇത്രയും ഉള്ളൂ. പാരഗ്രാഫ് കണ്ട നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഫോർമർ എംപ്ലോയി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് ഫോർമർ എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യുന്ന ഒരു പ്രോസസ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അത് എങ്ങനെയാണെന്നാണ് പറയുന്നത്. ചിലപ്പോ എന്താണ്, കമ്പനിയിൽ നിന്ന് റിട്ടേർഡ് ചെയ്തു പോയവരാവാം, റിട്ടേർഡ് ചെയ്തിട്ട് പോയവരാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും കാരണത്താലെ കമ്പനിയിൽ 6 മാസം ജോലി ചെയ്തു, അത് കഴിഞ്ഞിട്ട് റിസൈൻ ചെയ്തു പോയവരാവാം. അപ്പൊ അങ്ങനെയുള്ള എംപ്ലോയീസിനെ നമ്മൾ വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, കമ്പനി ജോയിൻ ചെയ്യിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ റിക്രൂട്ട് ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നുണ്ട്, ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട്. കാരണം എന്താണെന്നാണ് പറയുന്നത്. ഇപ്പോ ചിലവരൊക്കെ ഇപ്പോ കണ്ടിട്ടില്ലേ, കമ്പനിയിൽ നിന്ന് പോയവരാകാം, എന്നാലും അവര് പാർട്ട് ടൈം ജോലിയൊക്കെ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ ഞാൻ ഫോർ എക്സാമ്പിൾ പറയുന്ന പഠിച്ച കോളേജിലാണെങ്കിൽ അവര് തേർഡ് ചെയ്തിട്ട് വന്ന പ്രിൻസിപ്പൽസ് വീണ്ടും പഠിപ്പിക്കാനായിട്ട് കയറിയിട്ടുണ്ട്. അതുപോലെ തന്നെ വേറൊരു ഇംഗ്ലീഷ് മിസ് ഉണ്ടായിരുന്നു, അത് റിട്ടേർഡ് ചെയ്തിട്ട് വീണ്ടും ഞങ്ങളുടെ കോളേജിലേക്ക് വന്നതാണ്. എന്താണ്, പഠിപ്പിക്കാനുള്ള ഒരു ഇഷ്ടം കൊണ്ട്. അതുപോലെ തന്നെ അവരുടെ പോളിസീസ്, പ്രിൻസിപ്പിൾസ്, ഗൈഡ് ലൈൻസ് എല്ലാ കാര്യങ്ങളും അവർക്ക് ആ കോളേജിൽ എങ്ങനെയാണ് തുടർന്ന് പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അവർക്കറിയാം. അതുകൊണ്ടാണ് അവർ വീണ്ടും പഠിപ്പിക്കാനായിട്ട് വന്നിരിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ അതുപോലെ തന്നെ ഈ കമ്പനിയിലേക്ക് റിട്ടേർഡ് ചെയ്തു പോയവരാകാം, അല്ലെങ്കിൽ പാതി വെച്ചിട്ട് റിസൈൻ ചെയ്ത് പോയവരാകാം. അപ്പൊ അവർക്ക് എന്തറിയാം, കമ്പനിയിൽ എങ്ങനെയാണ് വർക്കിംഗ് നടക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ ഡ്യൂട്ടീസ് എങ്ങനെയായിരുന്നു,
റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ വർക്കിംഗ് എൻവയോൺമെന്റ് എങ്ങനെയാണ്, ഏതൊക്കെ പോളിസിയിലൂടെ പ്രൊസീജിയേഴ്സിലൂടെയൊക്കെയാണ് ഈ കമ്പനി പോകുന്നത് എന്നുള്ള കാര്യങ്ങൾ അവർക്ക് എന്ത് അറിയാൻ പറ്റും ഇല്ലേ, കമ്പനിയിൽ ജോലി ചെയ്യുന്നവരായതുകൊണ്ട്. അപ്പോ അങ്ങനെയുള്ള എംപ്ലോയീസിനെ റിട്ടേർഡ് ചെയ്തവരാകാം, അല്ലെങ്കിൽ പാതി വെച്ച് റിസൈൻ ചെയ്ത് പോയവരാകാം. ഇങ്ങനെയുള്ള എംപ്ലോയീസ് നല്ല ക്വാളിറ്റിയുള്ള സ്കില്ലുള്ള എംപ്ലോയീസ് ആണെങ്കിൽ അവരെ കമ്പനി വീണ്ടും ജോയിൻ ചെയ്യിപ്പിക്കാനായിട്ട് താല്പര്യപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ റിക്രൂട്ട് ചെയ്യിപ്പിക്കാനായിട്ട് കമ്പനി താല്പര്യമെടുക്കുന്നുണ്ട്. അതിനെയാണ് ഫോർമർ എംപ്ലോയീസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ, നെക്സ്റ്റ് നോക്കാം. മെറിറ്റ്സ് ഓഫ് ഇന്റേണൽ സോഴ്സ്. ഇന്റേണൽ സോഴ്സ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ പഠിച്ചത്. ഇനി അതിന്റെ മെറിറ്റ്സ് എന്താണ്, ഗുണങ്ങൾ എന്താണ് എന്നുള്ളത് നോക്കാം. മെറിറ്റ്സ് ഓഫ് ഇന്റേണൽ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ് ആർ ആസ് ഫോളോസ്. ഫസ്റ്റ് വൺ എന്താ പറയുന്നത്? ഫെമിലിയറിറ്റി. എന്താണ് ഫെമിലിയറിറ്റി എന്ന് പറഞ്ഞാല്? എന്താ മീനിങ് വരുന്നത് ഫെമിലിയറിറ്റി? എന്തായിരിക്കാം ഫെമിലിയർ എന്ന് പറയാറുണ്ടല്ലേ നമ്മള്? എന്തായിരിക്കാം ഫെമിലിയറിറ്റി? അല്ലെങ്കിൽ ഫെമിലിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? പരിചയം. വെരി ഗുഡ് അല്ലെ, പരിചയം എന്നാണ് ഫസ്റ്റ് മെറിറ്റ് ആയിട്ട് പറയുന്നത്. The organization and its members know each other very well. The organization is aware of the capability and skills of candidates as there are insiders. അപ്പൊ നമുക്കറിയാം, ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന അല്ലെ, ഓർഗനൈസേഷനും അതിലെ മെമ്പേഴ്സ് നമുക്ക് എല്ലാവർക്കും ഓരോരുത്തർക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്താണ് പരിചയം ഉണ്ടാവും അല്ലെ. പരിചയപ്പെട്ട് നമുക്കറിയാം, നമ്മുടെ ഓർഗനൈസേഷനിൽ വരുമ്പോ എല്ലാവരായിട്ട് നമ്മളെ കൂടെ വർക്ക് ചെയ്യുന്ന കൊളീഗ്സിനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? പരിചയപ്പെടും. അവരുമായിട്ട് നല്ല രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നമ്മൾ അല്ലെ സ്ഥാപിക്കാനായിട്ട് ശ്രമിക്കും അല്ലെ. നല്ല രീതിയിലുള്ള ഒരു പരിചയപ്പെടല്, അതുപോലെ തന്നെ അവരുമായിട്ട് നമ്മളിപ്പോ വർക്ക് ചെയ്യുമ്പോഴും അവരുടെ സഹായം നമുക്ക് ആവശ്യമായിട്ട് വരാം അല്ലെ. അങ്ങനെയുള്ള സാഹചര്യമാകുമ്പോൾ ഓരോ മെമ്പേഴ്സിനും നമുക്ക് എന്ത് അറിയാൻ പറ്റും? എല്ലാ കാര്യങ്ങളും എന്തൊക്കെയാണ് ഓരോ മെമ്പേഴ്സിന്റെ പ്രത്യേകതകള്, അല്ലെങ്കിൽ അവരെ കുറിച്ച് നമുക്ക് നല്ല രീതിയിൽ അറിയാനായിട്ട് സാധിക്കുന്നുണ്ട് ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് ആകുമ്പോൾ. അതുപോലെ തന്നെ ഓർഗനൈസേഷനും എന്തറിയാൻ പറ്റും? നമ്മളുടെ കഴിവുകള്, നമ്മളുടെ സ്കില്ലുകള്, നമുക്ക് എത്ര നോളജ് ഉണ്ട്, നമുക്ക് എത്ര എക്സ്പീരിയൻസ് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളും ഓർഗനൈസേഷനും അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. On the other hand, employees are also aware the workplace environment and the requirement of the vacant jobs. ഇനി അവിടെ ഓർഗനൈസേഷന്റെ ഉള്ളിൽ വരുന്ന ജോബ് വാക്കൻസീസിനെ കുറിച്ചിട്ട് അപ്പൊ ആർക്കറിയാനായിട്ട് പറ്റുന്നുണ്ട്? എംപ്ലോയീസിന് ഓരോരുത്തർക്കും അറിയാൻ പറ്റുന്നുണ്ട് അല്ലെ. ഓഫീസ് സ്റ്റാഫ് ആയിട്ട് ഒരാൾ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ എന്താണ് വേറൊരു മാനേജറായിട്ട് ഒരാൾ ആവശ്യമുണ്ട് അല്ലെ. അങ്ങനെയുള്ള കാര്യങ്ങള് ഇന്റേണലി നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് ആണെങ്കിൽ ഇന്റേണലി നമുക്ക് എന്തെങ്കിലും വാക്കൻസീസ് അവിടെ വാക്കൻസീസ് വരുമ്പോ നമുക്ക് അറിയാനായിട്ട്, അവിടെ വർക്ക് ചെയ്യുന്നവരായത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് അറിയാൻ പറ്റും? വാക്കൻസീസ് ഉണ്ട്, ഇന്ന മേഖലകളില് ഇന്ന വാക്കൻസീസ് ആണ് ഉള്ളത് എന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അതാണ് ഫെമിലിയറിറ്റിയിൽ പറയുന്നത്. ഓക്കെ, ഇനി എന്താണ്? ബെറ്റർ യൂട്ടിലൈസേഷൻ ഓഫ് ഇന്റേണൽ ടാലന്റ്. ഇൻഡിപെൻഡൻസ് ഓൺ internal recruitment make it possible for the company to use the competencies of its employees in a better manner. For example, some extraordinary employees may be deserving of promotion, or certain people might perform better if they switch to other jobs.
അപ്പൊ ഇതാണ് ബെറ്റർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് എന്ന് പറഞ്ഞാല് ഇന്റേണൽ റിക്രൂട്ട്മെന്റിലൂടെ ഒരു കമ്പനിക്ക് അതിന്റെ ജീവനക്കാരുടെ കഴിവുകൾ മികച്ച രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും ഇല്ലേ? നമുക്ക് ഇന്റേണലി റിക്രൂട്ട്മെന്റിലൂടെ ഇപ്പൊ എന്താണ് റിസപ്ഷനിസ്റ്റ് ആയിട്ടിരിക്കുന്ന ഒരാളെ നമുക്ക് ചിലപ്പോൾ എന്ത് ചെയ്യാം, ഓഫീസ് സ്റ്റാഫിലോട്ട് മാറ്റാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിലോട്ട് മാറ്റാം. അദ്ദേഹത്തിന് അത്ര ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ഇല്ലേ, എക്സ്പീരിയൻസും ക്വാളിഫിക്കേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിസപ്ഷനിസ്റ്റ് ആയിട്ടിരിക്കുന്ന ആളെ നമുക്ക് വേറൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് അല്ലെ മാറ്റാനായിട്ട് പറ്റും. അപ്പൊ എന്താണ് അവർക്ക് എന്താണ് ഇങ്ങനെയുള്ള മോട്ടിവേഷനും ഇങ്ങനെയുള്ള പ്രാക്ടീസുകളും ട്രെയിനിങ്ങുകളും കൊടുക്കുന്നത് വഴി എന്താണ്, അല്ലെങ്കിൽ പ്രമോഷനുകൾ കൊടുക്കുന്നത് വഴി അവർക്ക് അവരുടെ കഴിവുകൾ അല്ലെ, അപ്പൊ ഞാൻ റിസപ്ഷനിസ്റ്റ് ആയിരുന്നു, അപ്പൊ എന്താണ് എന്നെ ചിലപ്പോൾ എന്താണ് വേറൊരു ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡായിട്ട് നിയമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വേറൊരു ഓഫീസ് സ്റ്റാഫ് ആയിട്ട് നിയമിച്ചു കഴിഞ്ഞാൽ എന്താണ് എന്റെ ഡ്യൂട്ടീസ് കൂടും, റെസ്പോൺസിബിലിറ്റീസ് കൂടും അല്ലെ. അപ്പൊ ഞാൻ നല്ല രീതിയിൽ റിസപ്ഷനിസ്റ്റ് ആയിട്ടിരിക്കുന്നതിനേക്കാൾ എനിക്കൊരു പ്രമോഷൻ ആണെന്ന് പറയാൻ പറ്റും നമുക്ക് അല്ലെ. അപ്പൊ അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ഡ്യൂട്ടീസ് മാറി, അല്ലെങ്കിൽ എന്റെ ഡ്യൂട്ടീസിൽ ചേഞ്ചസ് വന്നു, അല്ലെങ്കിൽ എന്താണ് റെസ്പോൺസിബിലിറ്റിയിൽ ചേഞ്ചസ് വന്നു. അപ്പൊ ഞാൻ കൂടുതൽ നല്ല രീതിയിൽ പ്രവർത്തിക്കാനായിട്ട് തുടങ്ങും അല്ലെ, ആണോ? അതാണ് ബെറ്റർ യൂട്ടിലൈസേഷൻ ഓഫ് ഇന്റേണൽ ടാലന്റ് എന്ന് പറയുന്നത്. ഒരു പൊസിഷനിൽ നിന്ന് മറ്റൊരു പൊസിഷനിലേക്ക് നമ്മളെ കയറ്റുമ്പോ നമുക്ക് ഡ്യൂട്ടീസ് മാറും, റെസ്പോൺസിബിലിറ്റീസ് മാറും, അതിലൊക്കെ ചേഞ്ചസ് വരും. അപ്പൊ നല്ല രീതിയിൽ ഞാൻ മുമ്പ് പ്രവർത്തിച്ചതിനെക്കാട്ടിലും കൂടുതലായിട്ട് നല്ല രീതിയിൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പ്രവർത്തിക്കാനായിട്ട് തുടങ്ങും. മനസ്സിലായോ? ഓക്കെ. ഇനി നെക്സ്റ്റ് ആണ് ഇക്കണോമി. The cost of recruiting internal employees is nominal and there is not need for the company to spend huge amount of the economy and time of informing and reminding its employees to apply for the jobs. പറയുന്നത് ഈ ഇന്റേണൽ റിക്രൂട്ട്മെന്റിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നമ്മുടെ ടൈം പോവില്ല അല്ലെ, വേറെ ആളെ റിക്രൂട്ട്മെന്റ് ചെയ്ത് അല്ലെങ്കിൽ വേറെ ആളെ ഇന്റർവ്യൂ നടത്തി അല്ലെങ്കിൽ പോസ്റ്റ് കൂടുതലാവും ഇല്ല. എന്താണ് നമ്മൾ ചെയ്യുന്നത്, ഇന്റേണലി ആണ് അല്ലെ. ഒരു കമ്പനിയുടെ ഉള്ളിൽ നിന്ന് വേക്കൻസീസ് വരുമ്പോ ഉള്ളിൽ നിന്ന് ആളുകളെ എടുത്ത് ഫില്ല് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇന്റേണലി അല്ലെ. അതുകൊണ്ട് തന്നെ എന്താണ് കോസ്റ്റ് കൂടുതലാവില്ല അല്ലെ, കോസ്റ്റ് വരില്ല, ടൈം പോവില്ല, അതിനുള്ള എനർജി പോവില്ല ഇല്ലേ. അപ്പൊ അങ്ങനെ നമുക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റും. ഇന്റേണലി റിക്രൂട്ട്മെന്റ് ചെയ്യുന്നതിലൂടെ ടൈം പോകില്ല, അതുപോലെ എന്താണ് മണി അല്ലെ, കോസ്റ്റ് വരില്ല, എനർജി നഷ്ടപ്പെടില്ല നമുക്ക് ഇല്ലേ. ഇപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, നമുക്ക് എക്സ്റ്റേണൽ ആണെങ്കിൽ ആളുകൾക്ക് സാലറി കൊടുക്കണം, ഇന്റർവ്യൂവിന് വരുന്ന ആളുകൾക്ക് നമ്മൾ സാലറി കൊടുക്കേണ്ടതുണ്ട്. പലതരത്തിലുള്ള പോസ്റ്റുകളെ കുറിച്ച് നമ്മൾ പഠിച്ചല്ലേ, അഡ്വർടൈസിങ് കൊടുക്കണം, സാലറി കൊടുക്കണം, അതുപോലെ നമ്മുടെ ടൈം പോകും, വളരെ കോസ്റ്റ് കൂടുതലാവും, അങ്ങനെ പല ഡിസ്അഡ്വാൻറ്റേജസും ഉണ്ട് എക്സ്റ്റേണൽ റിക്രൂട്ട്മെന്റിന്. ഇന്റേണലി ആകുമ്പോൾ എന്താണ്, ടൈം പോവില്ല, കോസ്റ്റ് കൂടുതലാവില്ല. ഇന്റേണലി ആണ് നമ്മള് ആളുകളെ അല്ലെ, ഉള്ളിൽ നിന്ന് തന്നെയാണ് ആളുകളെ എടുത്ത് നമ്മൾ ആ വാക്കൻസി ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ. ഇനി നെക്സ്റ്റ് ആണ് മോട്ടിവേഷണൽ വാല്യൂ. എംപ്ലോയീസ് ഫീൽ motivated and encouraged through internal recruitment. The employees work efficiency in anticipation of getting promotion and transfer. നമുക്കറിയാം ഇപ്പോ ഇന്റേണൽ റിക്രൂട്ട്മെന്റിലൂടെ ചില ആളുകൾക്ക് പ്രമോഷൻ ട്രാൻസ്ഫർ ഒക്കെ കിട്ടാം. അപ്പൊ അങ്ങനെ വരുമ്പോ എന്താണ്, കാര്യക്ഷമമായിട്ട് അവർക്ക് പ്രവർത്തിക്കാനായിട്ട് പറ്റും അല്ലെ, നല്ല രീതിയിൽ മോട്ടിവേഷൻ ലഭിക്കുന്നുണ്ട്, അതുപോലെ എൻകറേജ്മെന്റ് ലഭിക്കുന്നുണ്ട് അല്ലെ, ആത്മവിശ്വാസം കോൺഫിഡൻസ് ലഭിക്കും, ധൈര്യം ലഭിക്കും. മോട്ടിവേഷൻ ലഭിക്കുന്നതിലൂടെയൊക്കെ അവരുടെ നല്ല രീതിയിലുള്ള അവരിപ്പോ ചെയ്യുന്ന വർക്കൊക്കെ കൂടുതൽ എഫിഷ്യന്റ് ആയിട്ട് ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ അങ്ങനെയുള്ള പ്രമോഷനും ട്രാൻസ്ഫറും ഇന്റേണലി കൊടുക്കുന്നതിലൂടെ അവർക്ക് എന്താണ്, ഒരു മോട്ടിവേഷൻ ആണ് കൊടുക്കുന്നത്. അപ്പൊ അവർ ചെയ്യുന്ന ജോലിയിൽ കൂടുതൽ നല്ല രീതിയിൽ ചെയ്യാനായിട്ട്, നല്ല കാര്യക്ഷമതയോട് കൂടിയിട്ട് നല്ല എഫിഷ്യന്റ് ആയിട്ട് പ്രവർത്തിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഓക്കെ. ഇതൊക്കെയാണ് ഇന്റേണൽ റിക്രൂട്ട്മെന്റിന്റെ മെറിറ്റ്സ് ആയിട്ട് പറയുന്നത്. ക്ലിയർ ആണോ? ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ.
4 കാര്യങ്ങളാണ് പറഞ്ഞത്. ഫെമിലിയറിറ്റി, ബെറ്റർ യൂട്ടിലൈസേഷൻ ഓഫ് ഇന്റേണൽ ടാലന്റ്, ഇക്കണോമിക്, മോട്ടിവേഷൻ, വാല്യൂ. ക്ലിയർ ആണോ? മെറിറ്റ് ഓക്കെ. നെക്സ്റ്റ് ആണ് എന്താ demerits of internal sources. Demerits of internal sources of recruitment are as follows. First one ആണ് restricted choice. Internal recruitment is limited in scope. It limits the alternatives and the freedom of firm in selecting the most appropriate candidates for the vacancies. Because of that, the company may not be able to select the best option available outside the organization. Restricted choice എന്ന് പറഞ്ഞാൽ ഇതാണ് നിയന്ത്രിത തെരഞ്ഞെടുപ്പ്. Restricted choice എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഈ ഇന്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് ആണ് അല്ലെ. കമ്പനിക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ ആളുകളെ തെരഞ്ഞെടുത്ത് വേക്കൻസീസ് ഫില്ല് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ഇന്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് അല്ലെങ്കിൽ ഇന്റേണൽ റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. അപ്പോ ഇന്റേണൽ റിക്രൂട്ട്മെന്റ് ആയതുകൊണ്ട് തന്നെ ആളുകളെ തെരഞ്ഞെടുക്കാനായിട്ടുള്ള ഫ്രീഡം, അതുപോലെ തന്നെ ഓൾട്ടർനേറ്റീവ് മെത്തേഡ്സ് ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, നമ്മള് എക്സ്റ്റേണൽ റിക്രൂട്ട്മെന്റിൽ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്? പലതരത്തിലുള്ള ഇന്റർവ്യൂ, പലതരത്തിലുള്ള ടെസ്റ്റുകളൊക്കെ നടത്തിയിട്ട് കമ്പനിക്ക് വേക്കൻസിയിലോട്ട് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ആളുകളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ അതൊന്നും നടക്കില്ല അല്ലെ. പലതരത്തിലുള്ള മെത്തേഡുകൾ യൂസ് ചെയ്തുകൊണ്ടോ പലതരത്തിലുള്ള ടെസ്റ്റുകൾ യൂസ് ചെയ്തുകൊണ്ടോ എന്ത് ചെയ്യാൻ പറ്റില്ല? ഇന്റേണൽ റിക്രൂട്ട്മെന്റ് നടത്താനായിട്ട് പറ്റില്ല. ഓക്കെ, അപ്പൊ അങ്ങനെ നമുക്ക് ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഫ്രീഡത്തോട് കൂടിയിട്ട് നമുക്ക് സ്വതന്ത്രമായിട്ടുള്ള മെത്തേഡുകൾ നമ്മൾ യൂസ് ചെയ്തുകൊണ്ട് ആളുകളെ തിരഞ്ഞെടുക്കാനായിട്ട് സാധിക്കുന്നില്ല. കമ്പനിക്ക് ഉള്ളിൽ നിന്ന് ആളുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും സെലക്ട് ചെയ്ത് വേക്കൻസീസ് ഫില്ല് ചെയ്യുന്ന ഒരു പ്രോസസ് ആണ് ഇന്റേണൽ റിക്രൂട്ട്മെന്റ്. അതുകൊണ്ട് തന്നെ കമ്പനിക്ക് പുറമേയുള്ള കാൻഡിഡേറ്റ്സിനെ നമുക്ക് തിരഞ്ഞെടുക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ടാണ് എന്തെന്ന് പറയുന്നത് റെസ്ട്രിക്റ്റഡ് ചോയ്സ് എന്ന് പറയുന്നത്. കമ്പനിക്ക് പുറത്ത് നിന്ന് ആളുകളെ സെലക്ട് ചെയ്തെടുക്കാനോ ഏറ്റവും നല്ല സ്യൂട്ടബിൾ ആയിട്ടുള്ള ആളെ സെലക്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നില്ല. ഇനി നെക്സ്റ്റ് ആണ് ഇൻബ്രീഡിംഗ്. ടു മാച്ച് ഇൻഡിപെൻഡൻസ് ഓഫ് ദ കമ്പനി,
on internal recruitment signifies that the company is not looking to hire new applicants from outside. Existing employees may lack dynamism. Even if they are promoted or transferred, they may continue to work and have their similar ways as that of the previous post. ഇവിടെ പറയുന്നത് ഇൻബ്രീഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും എന്താണ്, ഉള്ളിൽ നിന്ന് ആളുകളെ തെരഞ്ഞെടുക്കുന്ന ഒരു പ്രക്രിയ, അതിനെയാണ് നമ്മൾ ഇൻബ്രീഡിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കമ്പനിക്ക് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള വാക്കൻസീസിലേക്ക് ആളുകളെ എംപ്ലോയീസിനെ വെക്കുമ്പോ അവരുടെ നേരത്തെ ജോലി ചെയ്യുന്ന ആ ജോലി, നേരത്തെ എന്താണ് അവർ ചെയ്യുന്നത്, ആ ജോലി തന്നെയാകും ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ പറയാം, ഇപ്പൊ ഒരു മാനേജർ സീനിയർ മാനേജർ പോസ്റ്റ് വന്നു. അപ്പൊ എന്ത് ചെയ്തു, ഈ മാനേജറെ സീനിയർ മാനേജറിലെ പോസ്റ്റിലോട്ട് മാറ്റി, സീനിയർ മാനേജറിന്റെ പോസ്റ്റിലേക്ക് മാറ്റി. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, മാനേജറിന്റെ എന്ത് ഡ്യൂട്ടീസ് റെസ്പോൺസിബിലിറ്റീസ് ആണോ ചെയ്യുന്നത്, അത് തന്നെയാണ് അദ്ദേഹം സീനിയർ മാനേജറിന്റെ പോസ്റ്റിലേക്ക് ചെയ്യുന്നതും. ഓക്കെ, മനസ്സിലായോ? മാനേജർ ആയപ്പോ എന്ത് ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസ് ആണോ ചെയ്യുന്നത്, അതുപോലെയുള്ള ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസുമാണ് സീനിയർ മാനേജറിന്റെ പോസ്റ്റിലേക്ക് ആയപ്പോഴും അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോ നേരത്തെ ചെയ്ത വർക്ക് എന്താണോ അതുപോലെയുള്ള വർക്ക് തന്നെയാണ് ഇപ്പോഴും ചെയ്യുന്നത്. അതാണ് ഇൻബ്രീഡിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻബ്രീഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ളിലുള്ള സെയിം തന്നെ കൺസെപ്റ്റ് ആണ് പറയുന്നത്. എന്ത് ചെയ്യുന്നുണ്ട്, ഇന്റേണൽ റിക്രൂട്ട്മെന്റ് ആണ് അല്ലെ, കമ്പനിക്ക് ഉള്ളിലുള്ള ആളുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കൻസീസ് വരുമ്പോൾ ഫില്ല് ചെയ്യുന്നതാണ്. അപ്പോ ഒരു സീനിയർ മാനേജറിന്റെ പോസ്റ്റ് വന്നു, എന്ത് ചെയ്തു, പുറത്തുനിന്ന് ആളുകളെ തിരഞ്ഞെടുക്കാനായിട്ട് പറ്റില്ല. ഓൾറെഡി ഉള്ള മാനേജറെ ആ സീനിയർ മാനേജറിന്റെ പോസ്റ്റിലേക്ക് മാറ്റി. അപ്പൊ അദ്ദേഹം നേരത്തെ ചെയ്തിരുന്ന വർക്ക് എങ്ങനെയാണോ അതുപോലെ തന്നെയുള്ള സെയിം വർക്ക് തന്നെയാണ് സീനിയർ മാനേജറിന്റെ പോസ്റ്റിലും അദ്ദേഹം ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ആണ് ആബ്സെൻസ് ഓഫ് കോമ്പറ്റീഷൻ. ഓക്കെ, കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കോമ്പറ്റീഷൻ എന്താണ്? കോമ്പറ്റീഷൻ എന്തായിരിക്കാം? കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാല് മത്സരം. വെരി ഗുഡ്, മത്സരം അല്ലെ. ആബ്സെൻസ് ഓഫ് കോമ്പറ്റീഷൻ, മത്സരങ്ങള് കുറയുന്നു അല്ലെ. മത്സരം, കോമ്പറ്റീഷൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ കുറയുന്നുണ്ട്. കാരണം എന്താണെന്ന് നോക്കാം. എംപ്ലോയീസ് പോസിബിളി അസ്യൂം an automatic promotion on the basis of seniority, as there is a lack of competition from competent candidates present outside. Therefore, they may have not desire to prove the gain and gain. എന്താ ഉദ്ദേശിക്കുന്നത്, ഇവിടെ എങ്ങനെയാണ് കോമ്പറ്റീഷൻ കുറയുന്നത്? ഇന്റേണൽ റിക്രൂട്ട്മെന്റ് ആകുമ്പോ കോമ്പറ്റീഷൻ എങ്ങനെയായിരിക്കാം കുറയുന്നത്? പറയാൻ പറ്റോ? എങ്ങനെയാകാം കോമ്പറ്റീഷൻ, മത്സരങ്ങള് വർക്കേഴ്സിന്റെ ഇടയിൽ കുറയുന്നത് എന്തുകൊണ്ടാവാം? എന്തെങ്കിലും ഐഡിയ കിട്ടുന്നുണ്ടോ? വായിച്ചപ്പോ എന്താ മനസ്സിലായേ? ഒന്നും മനസ്സിലായില്ല? പുതിയ ആള് വരില്ല. കാരണം എന്താണ്, നമുക്ക് ഔട്ട്സൈഡിൽ നിന്ന് ആളുകളെ തിരഞ്ഞെടുക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോ ഇവിടെ കോമ്പറ്റീഷൻ കുറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ നമുക്കറിയാം എന്താണ്, പ്രമോഷൻ കിട്ടുന്നത് എങ്ങനെയാണ്? സീനിയോറിറ്റി അനുസരിച്ചിട്ടാണ് അല്ലെ, ആണോ? അല്ലെ, എക്സ്പീരിയൻസും സീനിയോറിറ്റി അനുസരിച്ചിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, പ്രമോഷൻ കിട്ടുന്നത് അല്ലെ. അതാണ് ഇവിടെ ആബ്സെൻസ് ഓഫ് കോമ്പറ്റീഷൻ. കോമ്പറ്റീഷൻ കുറയുന്നതിന്റെ കാരണം ഇന്റേണൽ റിക്രൂട്ട്മെന്റില് ആളുകൾക്ക് മനസ്സിലാകാം, ഇന്റേണലി ആകുമ്പോ എന്താണ്, ഓരോരുത്തർക്ക് പ്രമോഷൻ കിട്ടുന്നത് എങ്ങനെയാണ്, സീനിയോറിറ്റി ബേസ് ചെയ്തുകൊണ്ടാണ്. അതുകൊണ്ടാണ് ആളുകളുടെ ഇടയിൽ കോമ്പറ്റീഷൻ വരാത്തത്. മനസ്സിലായോ? ഓക്കെ,
ഇനി കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചാൻസസ് ഓഫ് കോൺഫ്ലിക്റ്റ്. കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞാൽ തർക്കം. ഓക്കെ, ചാൻസസ് ഓഫ് കോൺഫ്ലിക്റ്റ് ആൻഡ് ഹോസ്റ്റിലിറ്റി among employees who aspire for promotion to the available vacancies may increase. The efficiency of those who are not promoted is eliminated and they become dissatisfied. Okay, അവൈലബിൾ ആയിട്ടുള്ള കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞാൽ തർക്കം. അവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? ഒരു കമ്പനിയിൽ അവൈലബിൾ ആയിട്ടുള്ള പ്രമോഷൻസ് കിട്ടാതെ വരുമ്പോൾ, അവൈലബിൾ വേക്കൻസീസ് ഉണ്ടാക്കുമ്പോൾ ആ വേക്കൻസിയിലോട്ട് എന്താണ് നമ്മള് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ പ്രമോഷൻ ഒക്കെ കിട്ടുന്നത് എങ്ങനെയാണ്? എക്സ്പീരിയൻസ് നോക്കിയിട്ട് അല്ലെങ്കിൽ സീനിയോറിറ്റി നോക്കിയിട്ടാണ് അല്ലെ. അപ്പൊ അങ്ങനെ പ്രമോഷൻ കിട്ടാതെ വരുമ്പോൾ ആളുകൾക്കിടയിൽ ഒരു കോൺഫ്ലിക്റ്റ്, തർക്കം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, എലിജിബിൾ ആയിട്ടുള്ള ആളുകളെ ആ പോസ്റ്റിലേക്ക് വെക്കാതെ വരുമ്പോൾ അവർക്ക് എന്താണ്? ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുകയും അല്ലെ, ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്ത അവസ്ഥ അല്ലെ, സംതൃപ്തി കിട്ടാതെ അവരുടെ ഇടയിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ ഒരു എന്താണ് ഒരു പോസ്റ്റ് വന്നു, ഒരു പോസ്റ്റ് മാനേജറിന്റെ പോസ്റ്റ് ആവാം, എന്തെങ്കിലും ഒരു പോസ്റ്റ് വരട്ടെ. അപ്പൊ ഒരു ഓർഗനൈസേഷനിൽ മാനേജറിന്റെ പോസ്റ്റ് വന്നു. ആ പോസ്റ്റിലേക്ക് നമ്മള് ഇന്റേണൽ റിക്രൂട്ട്മെന്റ് ആകുമ്പോൾ അതിലേക്ക് ഒരാൾ നമ്മൾ സെലക്ട് ചെയ്യും. അപ്പൊ എന്താണ്? സീനിയോറിറ്റി ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവും. അതിനകത്ത് നിന്ന് ഒരാളെ നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അല്ലെ. ഓക്കെ, അപ്പൊ എന്താണ്? സീനിയോറിറ്റി കൂടുതലുള്ള ആളെ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുള്ളൂ അതിലേക്ക്. ഓക്കെ, ഇനി സീനിയോറിറ്റി സെയിം ഉള്ള ആളുകളാണെങ്കിൽ, ഓക്കെ, ഒരേ രീതിയിലുള്ള സീനിയോറിറ്റി ആണെങ്കിലോ അവരുടെ ഇടയിൽ ചിലപ്പോൾ എന്നെയായിരിക്കാം അല്ലെങ്കിൽ ഞാനായിരിക്കാം പോകുന്നത്, അല്ലെങ്കിൽ എനിക്കായിരിക്കാം പ്രമോഷൻ കിട്ടുന്നത്, അങ്ങനെ വിചാരിക്കും അല്ലെ. പക്ഷെ ഏതെങ്കിലും ഒരാളെ കമ്പനി സെലക്ട് ചെയ്യുമ്പോൾ അവർക്കിടയിൽ എന്തുണ്ടാവും? കോൺഫ്ലിക്റ്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അവർക്കൊരു ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും, സംതൃപ്തി ഉണ്ടാവില്ല, അതുപോലെ തന്നെ ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകും. അതുകൊണ്ട് അവർക്കിടയിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. എന്ത് വരുമ്പോ? ഇന്റേണൽ റിക്രൂട്ട്മെന്റ് ആകുമ്പോൾ. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് ഡീമെറിറ്റ്സ് ഓഫ് ഇന്റേണൽ സോഴ്സസിൽ വരുന്നത്. വായിച്ചു നോക്കിയേ. കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞാൽ തർക്കം ഉണ്ടാകുന്നുണ്ട്. നമ്മുടെ കമ്പനിയിൽ ഇപ്പോ എന്താണ് അവൈലബിൾ ആയിട്ടുള്ള വേക്കൻസിയിലോട്ട് പ്രമോഷൻ കിട്ടാതെ വരുമ്പോൾ ആളുകളുടെ ഇടയിൽ തർക്കങ്ങൾ ഉണ്ടാവാൻ ചാൻസസുകളുണ്ട്. ഇപ്പോ എന്താണ് ക്വാളിഫിക്കേഷൻ, അതുപോലെ തന്നെ എലിജിബിൾ ആയിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ ആ പോസ്റ്റിലേക്ക് അദ്ദേഹത്തെ വെക്കാതെ വരുമ്പോ എന്താണ് നമുക്കറിയാം, സ്വാഭാവികമായിട്ട് നമ്മളായാലും എന്താണ് ദേഷ്യം വരാൻ തോന്നും അല്ലെ, ദേഷ്യം വരാറുണ്ട്, അതുപോലെ തർക്കങ്ങൾ ഉണ്ടാക്കാൻ ചാൻസസുകളുണ്ട് അല്ലെ. അപ്പൊ അതാണ് അവിടെ പറയുന്നത് കോൺഫ്ലിക്റ്റ് കൊണ്ട് അർത്ഥമാക്കുന്നത് തർക്കങ്ങൾ ഉണ്ടാകുന്നു. എലിജിബിൾ ആയിട്ടുള്ള ആളുകളെ ആ പോസ്റ്റിലേക്ക് വെക്കാതെ വരുമ്പോ വർക്കേഴ്സിന്റെ ഇടയിൽ ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കുകയും അസംതൃപ്തി ഉളവാക്കുകയും അവർക്ക് ആ പോസ്റ്റിൽ വെക്കാതെ വരുമ്പോ എന്താണ് ഡിസാറ്റിസ്ഫാക്ഷൻ, അസംതൃപ്തി ഉണ്ടാവുകയും അതുപോലെ പെട്ടെന്ന് ആളുകളുടെ ഇടയിൽ
അവിടെയുള്ള വർക്കേഴ്സിന്റെ ഇടയിൽ തർക്കങ്ങൾ ഉണ്ടാവാൻ ചാൻസസുകൾ ഉണ്ടാകുന്നു. ഓക്കെ, ക്ലിയർ ആണോ? ഡീമെറിറ്റ്. നെക്സ്റ്റ് ആണ് എക്സ്റ്റേണൽ സോഴ്സസ്. എന്താണ് നമ്മൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത്? ഓർഗനൈസേഷന്റെ ഉള്ളിൽ നിന്ന് തന്നെ ആളുകളെ വാക്കൻസീസ് വരുമ്പോൾ ഫില്ല് ചെയ്യുന്നത് അല്ലെ, അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകളെ ഇട്ടുകൊടുക്കുന്ന ഒരു പ്രോസസ്സാണ് ഇന്റേണൽ റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് അല്ലെ. ഇനി എക്സ്റ്റേണൽ സോഴ്സസ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കാം? പുറത്തു നിന്ന് ആളുകളെ സെലക്ട് ചെയ്തെടുക്കുന്ന പ്രോസസ്. ഓക്കെ, നോക്കാം. External sources, organization can fulfill the job positions from outside through the following methods or techniques. ഇനി ഏതൊക്കെയാകാം ഔട്ട്സൈഡിൽ നിന്ന് ആളുകളെ തിരഞ്ഞെടുക്കുമ്പോൾ ഏതൊക്കെ രീതിയിലാണ് ആളുകളെ തിരഞ്ഞെടുക്കുന്നത്? ഫസ്റ്റ് വൺ പറയുന്നത് എന്താണ്? ഡയറക്റ്റ് മെത്തേഡ്. ഡയറക്റ്റ് മെത്തേഡിനെ മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ക്യാമ്പസ് റിക്രൂട്ട്മെന്റ്, സ്കൗട്ടിങ്, ലാസ്റ്റ് വൺ പറയുന്നത് എന്താണ്? റിക്രൂട്ട്മെന്റ് അറ്റ് ദ ഫാക്ടറി ബേസ്ഡ്. മൂന്ന് രീതിയിലാണ് ഡയറക്റ്റ് മെത്തേഡ് പോകുന്നത്. ഡയറക്റ്റ് മെത്തേഡ് എന്താണെന്ന് നോക്കിയേ. ഇൻ ദിസ് മെത്തേഡ് the recruiters are sent to educational and professional institutions in order to build public contacts and exhibits. The various direct methods are. Direct methods എന്ന് പറഞ്ഞാൽ എന്താണ്? റിക്രൂട്ടേഴ്സിനെ അല്ലെ, ഇന്റർവ്യൂ എടുക്കുന്ന ആളുകളെ റിക്രൂട്ടേഴ്സിനെ എന്ത് ചെയ്യുന്നുണ്ട്? എവിടേക്ക് സെൻഡ് ചെയ്യുന്നുണ്ട്? എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ പ്രൊഫഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് പോയിട്ട് അവര് റിക്രൂട്ട് ചെയ്തെടുക്കുന്ന ഒരു പ്രക്രിയയാണ് ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഏതാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒക്കെ ക്യാമ്പസ് സെലക്ഷൻ കിട്ടിയിട്ടുണ്ടാവും. അതാണ് ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. കേട്ടിട്ടില്ലേ നിങ്ങള്? അല്ലെ, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ, നമ്മുടെ കൂടെ പഠിക്കുന്ന ആളുകൾക്ക് ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് അല്ലെങ്കിൽ ക്യാമ്പസ് പ്ലേസ്മെന്റ് കിട്ടുന്നത് ഇല്ലേ? ഓക്കെ, ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് is a method in which the recruiters visit the campus and the placement cells of an educational institution such as engineering and management colleges in order to get the qualified candidates. Recruiters get a large number of candidates to choose from, and the choosers can select the post which suit them from the available job options. അപ്പൊ എന്താണ് അവർ ചെയ്യുന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഓരോ കോളേജസിലും അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ പോയിട്ട് റിക്രൂട്ടേഴ്സ് ചെയ്യുന്ന കുറെ ആളുകളെ അല്ലെ, സ്റ്റുഡൻസിനെ അവര് ഇന്റർവ്യൂ നടത്തി അതിനകത്ത് നിന്ന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സ്കില്ലുകളുള്ള, നോളജുകളുള്ള, ഏറ്റവും ക്യാപ്പബിലിറ്റി ഉള്ള ആളെ നമ്മൾ തെരഞ്ഞെടുക്കുന്നു. അതാണ് ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. അറിയില്ലേ? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇനി സ്കൗട്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്കൗട്ടിംഗ് ഈസ് എ മെത്തേഡ്, അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. സ്കൗട്ടിംഗ് ഈസ് എ മെത്തേഡ് ഇൻ വിച്ച് ദ റെപ്രസെന്റേറ്റീവ്സ് ആൻഡ് സെന്റ് ബൈ ദ human resources department to those places where recruitment activities are going on. They get in contact with the prospective candidates who are searching for a job. Applicants go through an initial interview, job fair, introduction seminars in some of the other ways of this particular method. നിങ്ങളിപ്പോ കേട്ടിട്ടുണ്ടാവും ജോബ് ഫെയർ ഒക്കെ നടക്കുന്നത് ഏതെങ്കിലും ഹാളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും എവിടെയെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ ജോബ് ഫെയർ നടക്കുന്നുണ്ട് അല്ലെ. ഫസ്റ്റ് വരുന്ന 100 ആളുകൾക്ക് എന്താണ് രജിസ്ട്രേഷൻ ഫീ ഫ്രീ ആണ്, അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞ് വാട്സപ്പ് ഗ്രൂപ്പിലും പലയിടങ്ങളിൽ നിന്ന് നമ്മൾ കേൾക്കാറുണ്ട് അല്ലെ, മീഡിയാസ് വഴി ഇല്ലേ ജോബ് ഫെയർ ഒക്കെ നടക്കുന്നത് അല്ലെ. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? സ്കൗട്ടിംഗ് എന്ന് പറയുന്നത് എന്താണ്? റെപ്രസെന്റേറ്റീവ് എന്ത് ചെയ്യുന്നുണ്ട്? ഓരോ സ്ഥലങ്ങളിലേക്കും റിക്രൂട്ട്മെന്റ് ആക്ടിവിറ്റീസ് നടക്കുന്ന ഓരോ സ്ഥലങ്ങളിലേക്ക് പോയിട്ട് അവരുടെ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ അവരുടെ കമ്പനീസിന് ആവശ്യമായിട്ടുള്ള ആളുകളെ അവിടേക്ക് വരുന്നത്. ഇപ്പൊ ജോബ് ഫെയർ നടക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ അവിടേക്ക് വരുന്നത് എന്താണ്? ജോബ് അന്വേഷിക്കുന്ന കാൻഡിഡേറ്റ്സ് ആയിരിക്കും അല്ലെ, അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ജോബ് വേണം എന്ന് ആഗ്രഹമുള്ള ആളുകളായിരിക്കും. അവർക്ക് നല്ല രീതിയിലുള്ള സ്കില്ലുകള്, നോളജുകളൊക്കെ ഉണ്ടാവാം. അപ്പൊ അവരിൽ നിന്ന് ആളുകളെ സെലക്ട് ചെയ്ത് ആ റെപ്രസെന്റേറ്റീവ്
എടുക്കുന്നു. മനസ്സിലായോ? ഓരോ കമ്പനീസിൽ നിന്നും റെപ്രസെന്റേറ്റീവ് വന്നിട്ട് അവരുടെ ഓർഗനൈസേഷന് വേണ്ടതായിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ ഏതിൽ നിന്നും സെമിനാർസ് നടത്താം, അല്ലെങ്കിൽ എന്തെങ്കിലും ജോബ് ഫെയർ അങ്ങനെയുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള പ്രോഗ്രാംസ് നടത്തി അതിൽ നിന്ന് ആളുകളെ സെലക്ട് ചെയ്തെടുക്കും. അതാണ് സ്കൗട്ടിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഇനി നെക്സ്റ്റ് ആണ് റിക്രൂട്ട്മെന്റ് അറ്റ് ദി ഫാക്ടറി ഗേറ്റ്. It is the method of a direct recruitment in which a notice is posted outside the factory gate, starting the information regarding the job vacancies. എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഫാക്ടറി ഗേറ്റിന്റെ മുൻപിൽ എന്ത് ചെയ്യുന്നു? പോസ്റ്റ് ചെയ്യുന്നു വാക്കൻസീസ്. അവര് പോസ്റ്റർ നോട്ടീസ് അടിച്ച് അവിടെ പോസ്റ്റ് ചെയ്ത് വെക്കുന്നു. പോസ്റ്റ് ചെയ്ത് വെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അത് നോക്കുമ്പോൾ ആളുകൾ, അത് നോക്കിയിട്ട് ആളുകൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു പ്രക്രിയ അല്ലെങ്കിൽ പ്രോസസ് ആണ് എന്ത്? റിക്രൂട്ട്മെന്റ് ഫാക്ടറി ഗേറ്റ്. ഫാക്ടറി ഗേറ്റിന്റെ പുറത്ത് ആ ഫാക്ടറിയിൽ എന്തൊക്കെയാണ് വാക്കൻസീസ് ഉള്ളത് എന്നുള്ള ആ നോട്ടീസ് അവര് ഫാക്ടറി ഗേറ്റിന്റെ പുറത്ത് പോസ്റ്റ് ചെയ്യും. അത് നോക്കിയിട്ട് ആളുകൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അതാണ് എന്ത്? റിക്രൂട്ട്മെന്റ് അറ്റ് ദി ഫാക്ടറി ഗേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഫാക്ടറി ഗേറ്റ് സ്റ്റാർട്ടിംഗ് അല്ല, അവിടെ സ്റ്റേറ്റഡ് എന്നാക്കണം കേട്ടോ. സ്റ്റേറ്റഡ് ദ ഇൻഫർമേഷൻ റിഗാർഡിംഗ് ദ ജോബ് വാക്കൻസി. സ്റ്റാർട്ടിംഗ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് വെട്ടിക്കളയാ, സ്റ്റേറ്റഡ് എന്നാക്കാം. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ എടുത്തതെന്ന് ഇത്ര വരെ എടുക്കുന്നുള്ളൂ. ഇത്ര വരെ ക്ലിയർ ആണോ? ഡയറക്റ്റ് മെത്തേഡിൽ എന്തൊക്കെയാണ് പഠിച്ചത്? റിക്രൂട്ട്മെന്റ്, ക്യാമ്പസ് സെലക്ഷൻ ഉണ്ട്, ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് ഉണ്ട്, അതുപോലെ തന്നെ സ്കൗട്ടിംഗ് ഉണ്ട്. റിക്രൂട്ട്മെന്റ് അറ്റ് ദി ഫാക്ടറി ഗേറ്റ് എന്ന് പറഞ്ഞാല് ഫാക്ടറിയുടെ ഉള്ളിൽ എന്തൊക്കെ വാക്കൻസീസ് ആണോ ഉള്ളത് അതെന്ത് ചെയ്യുന്നു? ഫാക്ടറി ഗേറ്റിന്റെ മുൻപില് അവര് നോട്ടീസ് അടിച്ചിട്ട് പോസ്റ്റ് ചെയ്ത് വെക്കുന്നു. ആ നോട്ടീസ് നോക്കിയിട്ട് എംപ്ലോയീസിന് അതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് റിക്രൂട്ട്മെന്റ് അറ്റ് ദി ഫാക്ടറി ഗേറ്റിൽ പറയുന്നത്. ഓക്കെ, മനസ്സിലായോ ഇത്രയും കാര്യങ്ങള്? ഓക്കെ, നിങ്ങളെ കൺസെപ്റ്റ് മാത്രം ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ, എന്താണെന്നുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ മിസ് പറയുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അണ്ടർലൈൻ ചെയ്ത് വെക്കുക. ഇതിൽ നമ്മൾ കുറെ വായിക്കുമ്പോൾ നമുക്ക് ബോറടിക്കും അല്ലെ? ഇത് തന്നെ കുറെ വായിക്കുമ്പോൾ നമുക്ക് ബോറടിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ കൺസെപ്റ്റ് മാത്രം ഒന്ന് പഠിച്ചു വെക്കാം, പിന്നെ മോക്ക് ടെസ്റ്റ് ചെയ്യാം. കിട്ടിയിട്ടില്ല അല്ലെ? ഓക്കെ, താങ്ക് യു. ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ക്ലിയർ അല്ലേ എല്ലാ കാര്യങ്ങളും?